ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിപ്പ ജാഗ്രതാ സദസ്സുകൾക്ക് തുടക്കമായി. കോഴിക്കോട്ട് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഫോട്ടോഗ്രാഫി എന്നാൽ ചരിത്ര മുഹൂർത്തം സൃഷ്ടിക്കലാണെന്ന് നടൻ ജോയ് മാത്യു. ഭക്തിനിർഭരമായ ചടങ്ങിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. ഓൾ കേരള ഫിഷ് മെർച്ചന്റ്സ് അസോസിയേഷന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഞാൻ സുഷോഭ് നെല്ലിക്കോട്. വാർത്തകൾ വിശദമായി. നിപ്പ ജാഗ്രതാ സദസ്സുകൾക്ക് തുടക്കമായി. കോഴിക്കോട് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. നിപ്പ ജാഗ്രതാ സദസ്സുകൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടക്കമായി. ആദ്യ സദസ്സിന്റെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. നിപ്പ ചികിത്സയിൽ കേരളം മാതൃകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങൾ കേരളം വികസിപ്പിച്ച ചികിത്സ മാതൃകയാണ് പിന്തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു. വൈറസ് ബാധയുണ്ടാകുമ്പോൾ മാത്രമല്ല, സദാസമയവും നിപ്പയ്ക്കെതിരെ ജാഗ്രത പാലിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങൾ ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് HR പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പ്രശ്നമുണ്ടായിരുന്നു. അതിലൊക്കെ നമുക്ക് ആരോഗ്യ കേരളത്തിന്റെ സപ്പോർട്ടിന്റെ നല്ല നിലയിലായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്നും അഭിമാനത്തോടെ ഓർത്തു വെക്കാൻ കഴിയുന്ന ഇതിന്റെ ശൈശവദിശയാണ് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ മാറും. നമ്മുടെ സ്ഥലമൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ടിയിട്ട് പണം കണ്ടെത്തിയിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് കുറച്ചുകൂടി വിപുലമായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് ആ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർത്തു. ഉദ്ഘാടന ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ KV വിശ്വനാഥൻ, NHM സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ E ബിജോയ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ KK രാജാറാം തുടങ്ങിയവരും സംസാരിച്ചു. ഡോക്ടർ TS അനീഷ്, KCDC സ്റ്റേറ്റ് ഹെഡ് ഡോക്ടർ A നവീൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ സദസ്സിൽ നിപ രോഗം സംബന്ധിച്ച് ജില്ലയിൽ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ഓരോ വകുപ്പുകളും പാലിക്കേണ്ട നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ന്യൂസ് ഫോട്ടോഗ്രാഫി എന്നാൽ ചരിത്ര മുഹൂർത്തം സൃഷ്ടിക്കലാണെന്ന് നടൻ ജോയ് മാത്യു. ചോയ്ക്കുട്ടി സ്മാരക അവാർഡ് ഫോട്ടോഗ്രാഫർ റിങ്കു രാജിന് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ നിസ്സഹായതയ്ക്ക് പിന്നാലെ സഞ്ചരിച്ച ഫോട്ടോഗ്രാഫറായിരുന്നു ചോയ്ക്കുട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് കാലിക്കറ്റ് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചോയ്ക്കുട്ടി സ്റ്റുഡൻസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ചോയ്ക്കുട്ടി സ്മാരക വാർത്താചിത്ര പുരസ്കാരം മലയാള മനോരമ കൊല്ലം ബ്യൂറോയിലെ ചീഫ് ഫോട്ടോഗ്രാഫർ റിങ്കുരാജ് മട്ടാഞ്ചേരിയിലൻ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു ജോയ് മാത്യു. വളരെ കുറച്ച് സംസാരിക്കുന്ന വളരെ മൃദുല പ്രകൃതിയായ ഒരു മനുഷ്യൻ. പറഞ്ഞ പോലെ ഫോട്ടോ എടുത്തതൊന്നും അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല. ഫോട്ടോ എടുത്തൊക്കെ പറയും, പിന്നെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ എടുത്തൊക്കെ പറയും. ഏറ്റവും സവിശേഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചോയ്ക്കുട്ടിയേട്ടൻ ഈ പറഞ്ഞ പോലെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ തിരുവോരങ്ങളുടെ മനുഷ്യർ, യാചകര്, അതേപോലെ രാഷ്ട്രീയപരമായി വ്യത്യസ്തത പുലർത്തുന്ന, അങ്ങനെ മറ്റുള്ള പ്രഖ്യാത ഫോട്ടോഗ്രാഫർമാർക്ക് തോന്നാത്ത തോന്നലുകളുള്ള അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ നിസ്സഹായതകളിലാണ് ചോയ്ക്കുട്ടിയുടെ ക്യാമറ എപ്പോഴും സഞ്ചരിച്ചിരുന്നത്.
പി അഭിജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാംസ്കാരിക പ്രവർത്തകൻ ആർ മോഹനൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ.പി. മുഹമ്മദ്, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പ്രസിഡന്റ് പി. അബൂബക്കർ, മുതിർന്ന ഫോട്ടോ ജേർണലിസ്റ്റ് പി. പീതാംബരൻ, ഫോട്ടോഗ്രാഫർമാരായ എം.ടി. വിധുരാജ്, കെ.വി. ശ്രീജേഷ്, പത്രപ്രവർത്തക എ. ധന്യ, ചോയ്ക്കുട്ടിയുടെ മക്കളായ സി. ഷനോജ്, സി. രേഖ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. പറവൂർ രാകേഷ് തന്ത്രിയുടെയും മേൽശാന്തി ഷിബു ശാന്തിയുടെയും കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. വാദ്യമേളങ്ങളും ഓംകാരധ്വനികളും വേദജപവും മുഴങ്ങിയ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്ന കൊടിയേറ്റ ചടങ്ങിന് ക്ഷേത്രയോഗം പ്രസിഡന്റ് പി.വി. ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് എം.പി. രമേശ്, ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു എടക്കോത്ത്, ജോയിന്റ് സെക്രട്ടറി സജിയ സുന്ദർ കാശ്മിക്കണ്ടി, ട്രഷറർ കെ.വി. അരുൺ, സ്റ്റിയറിംഗ് കമ്മിറ്റി കൺവീനർമാരായ പി. മുകുന്ദൻ, വിനയകുമാർ പുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടിയേറ്റത്തിനു ശേഷം ശ്രീലയ മ്യൂസിക് ബാൻഡിന്റെ ചലച്ചിത്ര പിന്നണി ഗായകർ അവതരിപ്പിച്ച മധുരമയം മെഗാ ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഓൾ കേരള ഫിഷ് മെർച്ചന്റ്സ് അസോസിയേഷന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൾ കേരള ഫിഷ് മെർച്ചന്റ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം മന്ത്രി P.A. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് അസോസിയേഷൻ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. 4 ലക്ഷത്തോളം പേർ പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലെടുക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന വിഷയങ്ങളെ സമീപിക്കുന്ന അസോസിയേഷനാണ്. മത്സ്യമേഖലയെ പൊതുവിലും മത്സ്യവ്യാപാര മേഖലയെ പ്രത്യേകിച്ചും ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുകയും പരിഹാരം കാണാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന സംഘടനാ നേതൃത്വത്തെ, സംഘടനയുടെ ഓരോ പ്രവർത്തകരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ എടുത്തു പറയേണ്ടത് സംഘടനാ അംഗങ്ങളുടെ ക്ഷേമകാര്യങ്ങളിലെ അസോസിയേഷന്റെ ഇടപെടലാണ്. അത് ഏതൊരു അസോസിയേഷനും മാതൃകയാക്കാവുന്നതാണ്. അസോസിയേഷൻ 3 വർഷം മുൻപ് രൂപീകരിച്ച മത്സ്യത്തൊഴിലാളികളുടെ വെൽഫെയർ ട്രസ്റ്റ് മരണാനന്തര ധനസഹായവും ചികിത്സാ സഹായവുമായി 1.18 കോടി രൂപ ഇതുവരെ വിതരണം ചെയ്തു. വെൽഫെയർ ട്രസ്റ്റിന്റെ ധനസഹായം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി VV അനിൽ വിതരണം ചെയ്തു.
സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ജാബിർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് CM ഷാഫി, ജില്ലാ സെക്രട്ടറി CP ശ്യാംപ്രസാദ്, C റഷീദ്, കോർപ്പറേഷൻ കൗൺസിലർ K സരിത തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം കോർപ്പറേഷൻ UDF കൗൺസിലർ പാർട്ടി ലീഡർ SV മുഹമ്മദ് ഷമീൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എടുത്താൽ പൊങ്ങാത്ത ബാഗുമായി ഇരുചക്രവാഹനത്തിൽ കൊറിയർ ഡെലിവറി ചെയ്യാനെത്തുന്ന സെലീന ഇന്ന് കുറ്റ്യാടിയുടെ പതിവ് കാഴ്ചയാണ്. പുരുഷന്മാർക്ക് മേൽക്കോയ്മയുള്ള ഈ മേഖലയിൽ സ്വന്തമായി മേൽവിലാസം സൃഷ്ടിക്കുകയാണ് സെലീന. ആദ്യമൊക്കെ അല്പം പേടിയുണ്ടായിരുന്നു. തന്നെ കൊണ്ടിത് കഴിയുമോ എന്ന ആശങ്ക പിന്നീട് ആത്മവിശ്വാസമായി മാറി. ഇന്നിപ്പോൾ കുറ്റ്യാടിയിലെ നാലാളറിയുന്ന കൊറിയർ ഡെലിവറി ലേഡിയാണ് തളീക്കര സ്വദേശി വലിയ പറമ്പത്ത് സെലീന. രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ച ശേഷം തൻ്റെ ഇരുചക്രവാഹനവുമായി ഇറങ്ങുന്ന സെലീന ടൗണിലെ പരിചിത മുഖങ്ങളിലൊന്നാണ്. പണമില്ലെന്ന പദം പറച്ചിലുകൾക്കിടയിൽ സ്വന്തമായൊരു തൊഴിൽ കണ്ടെത്തി അത് സന്തോഷത്തോടെയും അർപ്പണബോധത്തോടെയും ചെയ്യുന്ന സെലീന നല്ലൊരു മാതൃക കൂടിയാണ്. അപ്പോൾ ഇതിലിറങ്ങി നോക്കി, ഫസ്റ്റ് സാലറി കണ്ടതിന് ശേഷം ഇറങ്ങി നോക്കി. പക്ഷെ ഇറങ്ങിയതിനെക്കാട്ടിലും കൂടുതൽ പിന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നതിൽ കയറിയതിന് ശേഷം മനസ്സിലായത്. ഇപ്പോൾ തന്നെ പല പെൺകുട്ടികളും എന്നോട് ചോദിക്കുന്നുണ്ട് ഇതിൽ എത്ര സാലറി. അപ്പോൾ അതിൽ കേട്ടിട്ട് ഒരുപാട് കുട്ടികൾ ഇൻട്രസ്റ്റ് ഇങ്ങോട്ടേക്ക് പറയുന്നുണ്ട്. ചില ആൾക്കാർക്കൊരു മടിയാണ് ഡെലിവറി എന്നുള്ളൊരു ഫീൽഡ് ആയതുകൊണ്ട്. 3 വർഷം മുമ്പാണ് സെലീന കുറ്റ്യാടിയിലെ ആമസോൺ കൊറിയർ സർവീസിൻ്റെ ഭാഗമാകുന്നത്. ഓഫീസിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിച്ചതെന്ന് സെലീന പറയുന്നു. ഒരു ദിവസം 70ഓളം പാക്കേജുകൾ ഡെലിവറി ചെയ്യും. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗമാണ് ഇവർ. 3 മക്കളുടെ മാതാവ് കൂടിയാണ് സെലീന. മൂത്തയാൾ ഡിഗ്രി 1ാം വർഷത്തിനും മറ്റുള്ളവർ സ്കൂളുകളിലും പഠിക്കുന്നു. ഭർത്താവ് ഗൾഫിലാണുള്ളത്. തനിക്ക് ഏറെ സംതൃപ്തി തരുന്ന ജോലിയാണിതെന്ന് സെലീന പറഞ്ഞു വെക്കുന്നു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. കക്കാട് GLP സ്കൂളിന്റെ 68ാം വാർഷികവും എൻഡോൺമെന്റ് സമർപ്പണവും പ്രധാന അധ്യാപിക ജാനിസിനുള്ള യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. MLA ലിൻഡോ ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കക്കാട് GLP സ്കൂളിലെ ദ ബെസ്റ്റ് 2026 എന്ന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അബ്ദുൾ അക്ബർ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സവാദ് ഇബ്രാഹിം, ജില്ലാ പഞ്ചായത്ത് അംഗം മിസ്ഹബ് കീഴരിയൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VN ഷുഹൈബ്, വാർഡ് അംഗം ഹസീന ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന പ്രധാന അധ്യാപിക ജാനീസ് ജോസഫ് മറുമൊഴി നടത്തി. ചടങ്ങിൽ ദ ബെസ്റ്റ് എന്ന പരിപാടിയുടെ പേര് നിർദ്ദേശിച്ച മജീദ് കക്കാടിനുള്ള ഉപഹാരം സനം നൂറു സമ്മാനിച്ചു. വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. വർഷങ്ങളായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കായി നൽകിവരുന്ന 1,00,000-ഓളം രൂപയുടെ എൻഡോവ്മെന്റ് തുകയും വിവിധ ഉപഹാരങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, മുക്കം. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻസ് എക്സലൻസിന്റെ ശിലാസ്ഥാപനത്തിന്റെ മുന്നോടിയായി ഹൈപ്പത്തോൺ മൊബിലിറ്റി വാക്ക് സംഘടിപ്പിച്ചു. വിജിലൻസ് SP അബ്ദുൾ റസാഖ് ഫ്ളാഗ് ഓഫ് ചെയ്തു.
ഒരു നിമിഷം കൊണ്ട് വീടകങ്ങളിലേക്ക് വീണുപോയ ജീവിതങ്ങൾക്ക് കൈത്താങ്ങാകുവാൻ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ജാതിമത വർഗ വ്യത്യാസങ്ങളെല്ലാം മറന്ന് ഹോപ്പത്തോൺ മൊബിലിറ്റി വാക്കിനായി ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് കടപ്പുറത്ത് ഒന്നിച്ചു. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തിരുവമ്പാടിയിലെ പുന്നക്കലിൽ തുടങ്ങുന്ന സൗജന്യ റീഹാബിലിറ്റേഷൻ സെന്ററായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റീഹാബിലിറ്റേഷൻ എക്സലൻസ് ശിലാസ്ഥാപനത്തിന്റെ മുന്നോടിയായാണ് ഹോപ്പത്തോൺ മൊബിലിറ്റി വാക്ക് നടത്തിയത്. വരൂ അവർക്കൊപ്പം നടക്കാമെന്ന മുദ്രാവാക്യവുമായി നടന്ന വാക്കത്തോണിൽ വീൽ ചെയറിലുള്ള ഭിന്നശേഷിക്കാർ, സാമൂഹ്യ പ്രവർത്തകർ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആയിരങ്ങൾ പങ്കാളികളായി. ബീച്ചിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ 1 കിലോമീറ്റർ നടന്ന് ഫ്രീഡം സ്ക്വയറിൽ സമാപിച്ചു. വിജിലൻസ് സ്പെഷ്യൽ സെൽ SP KP അബ്ദുൾ റസാഖ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ട്രസ്റ്റ് പ്രസിഡന്റ് KV നിയാസ്, സെക്രട്ടറി MK നൌഫൽ, IRE ചെയർമാൻ KM അഷറഫ്, കൺവീനർ C മുഹമ്മദ് മിറാഷ്, മീഡിയ കമ്മിറ്റി ചെയർമാൻ മജീദ് പുളിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനത്തിൽ ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 120 കോടി രൂപ ചെലവിൽ തിരുവമ്പാടിയിൽ നിർമ്മിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ എക്സലൻസിന്റെ ശിലാസ്ഥാപനം വരുന്ന 15 വൈകിട്ട് 3 മണിക്ക് തിരുവമ്പാടി പുന്നക്കലിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പള്ളിയറയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾക്ക് സമാപനമായി. 3 ദിവസങ്ങളിലായാണ് വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടന്നത്. ബേപ്പൂർ BC റോഡ് പള്ളിയറയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രോത്സവം 3 ദിനങ്ങളിലായി ആചാരപൂർവ്വം കൊണ്ടാടി. ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകൾ 3-ാം ദിവസത്തിലെ ദണ്ഡൻ കർമ്മത്തോടെ സമാപിച്ചു. ആദ്യ ദിവസം കാവുണർത്തിയതോടെ ഉത്സവ ലഹരിയിലായി ക്ഷേത്രവും പരിസരവും. പ്രധാന ചടങ്ങായ ഭഗവതി തിരയോടുകൂടിയ താലപ്പൊലിയിൽ വാദ്യമേളങ്ങളും കോമരങ്ങളും അകമ്പടിയായി. വൈകുന്നേരം വെള്ളാട്ടുകളും രാത്രിയിൽ രക്തേശ്വരി, ഭൈരവൻ, ഗുളികൻ, കുട്ടിച്ചാത്തൻ തിറയാട്ടങ്ങളും ദേവിക്ക് മുന്നിൽ നിറഞ്ഞാടി. തായമ്പകയും ഉത്സവ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. 3-ാം ദിവസം ചാന്താട്ടം നടന്നു. ദേവിക്ക് കലങ്കരിയും സമർപ്പിച്ചു. പള്ളിയറയ്ക്കൽ ഭഗവതി ക്ഷേത്രം കാരണവന്മാരാണ് വർഷാവർഷം ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പിന്നാണത്ത് ശ്രീ ഭഗവതി കാവിലെ തിറ താലപ്പൊലി മഹോത്സവം ആചാര അനുഷ്ഠാനങ്ങളോടെ നടന്നു. പ്രസാദ ഊട്ടിലും കർമ്മങ്ങളിലും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. നടുവട്ടം പിന്നാണത്ത് ശ്രീ ഭഗവതി കാവിലെ തിറ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടന്നു. കാവുണർത്തലിനു ശേഷം ചടങ്ങുകൾ ആരംഭിച്ചു. ദീപാരാധനയും നാഗപൂജയും നഷ്ടത്തിറയും ദേവീ നൃത്തവും സമർപ്പിച്ചു. 2-ാം ദിവസം കരുമകൻ കാവിൽ നിന്നും കലശം എഴുന്നള്ളിപ്പെത്തി. തുടർന്ന് പ്രസാദ ഊട്ടും നൽകി. വൈകുന്നേരത്തോടെ കരുവൻ, കുലവൻ, ഗുരുദേവൻ, ശ്രീ കുറുമ്പി, നാഗകാളി, കുട്ടിച്ചാത്തൻ വെള്ളാട്ടുകൾ നടന്നു. വെള്ളരിവെപ്പിന് ശേഷം പ്രധാന ചടങ്ങായ താലപ്പൊലിയും തിറയാട്ടങ്ങളും നടന്നു. ഗുരുതിയോടെ ചടങ്ങുകൾ സമാപിച്ചു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ദേവൻ, സെക്രട്ടറി വിമൽലാൽ, ട്രഷറർ ഗണേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റിയിലെ മറ്റംഗങ്ങളും പ്രദേശവാസികളും ഉത്സവ ചടങ്ങുകൾ ഏകോപിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിപ്പ ജാഗ്രതാ സദസ്സുകൾക്ക് തുടക്കമായി. കോഴിക്കോട്ട് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു.
ന്യൂസ് ഫോട്ടോഗ്രാഫി എന്നാൽ ചരിത്ര മുഹൂർത്തം സൃഷ്ടിക്കലാണെന്ന് നടൻ ജോയ് മാത്യു. ഭക്തിനിർഭരമായ ചടങ്ങിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. ഓൾ കേരള ഫിഷ് മെർച്ചന്റ്സ് അസോസിയേഷന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.